بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. يقولون لئن رجعنا إلى المدينة ليخرجن الأعز منها الأذل ولله العزة ولرسوله وللمؤمنين ولكن المنافقين لا يعلمون. വചനം 8. യഖൂലൂന അവർ പറയുന്നു, ലഇർ റജഅന തീർച്ചയായും നാം മടങ്ങിയാൽ, ഞങ്ങൾ മടങ്ങിയാൽ, ഇലൽ മദീനതി മദീനയിലേക്ക്, ലയുഖ്രിജന പുറത്താക്കുക തന്നെ ചെയ്യും, അൽ അഅസ്സു കൂടുതൽ പ്രതാപശാലി, മിൻഹ അതിൽ നിന്ന്, അവിടെ നിന്ന്, അൽ അദല്ല കൂടുതൽ നിന്ദ്യനായവനെ, വലില്ലാഹിൽ ഇസ്സതു പ്രതാപം അല്ലാഹുവിനാണ് താനും, വലി റസൂലിഹി അവന്റെ റസൂലിനും, വലിൽ മുഅ്മിനീന സത്യവിശ്വാസികൾക്കും, വലാകിന്നൽ മുനാഫിഖീന പക്ഷേ കപടവിശ്വാസികൾ, ലാ യഅലമൂൻ അറിയുന്നില്ല, അറിയുകയില്ല. അവർ പറയുന്നു, നാം മദീനയിലേക്ക് മടങ്ങിച്ചെന്നാൽ കൂടുതൽ പ്രതാപമുള്ളവർ, കൂടുതൽ നിന്ദ്യരായുള്ളവരെ അവിടെ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും എന്ന്. പ്രതാപം അള്ളാഹുവിനും അവന്റെ റസൂലിനും സത്യവിശ്വാസികൾക്കുമാണ് താനും, പക്ഷേ കപടവിശ്വാസികൾ അറിയുന്നില്ല. يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون. വചനം 9. യാ അയ്യുഹല്ലദീന ആമനു ഹേ വിശ്വസിച്ചവരെ, ലാ തുൽഹിക്കും നിങ്ങളെ അശ്രദ്ധയിലാക്കരുത്, മിനക്കെടുത്താതിരിക്കട്ടെ, അംവാലക്കും നിങ്ങളുടെ സ്വത്തുക്കൾ, വല ഔലാദുക്കും നിങ്ങളുടെ മക്കളും, അൻ ദിക്രില്ലാഹി അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്ന്, വമൻ യഫ്അൽ ആരെങ്കിലും ചെയ്താൽ, ആർ ചെയ്തുവോ, ദാലിക അത്, അപ്രകാരം, ഫഉലൈക ഹും എന്നാൽ അക്കൂട്ടർ തന്നെ, അൽ ഖാസിറൂൻ നഷ്ടപ്പെട്ടവർ. ഹേ വിശ്വസിച്ചവരെ, നിങ്ങളുടെ സ്വത്തുക്കളാകട്ടെ നിങ്ങളുടെ മക്കളാകട്ടെ അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്നു നിങ്ങളെ അശ്രദ്ധയിലാക്കാതിരിക്കട്ടെ. ആർ അങ്ങനെ ചെയ്യുന്നുവോ എന്നാൽ അവർ തന്നെയാണ് നഷ്ടപ്പെട്ടവർ. وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين. വചനം 10. വഅൻഫിഖു നിങ്ങൾ ചിലവഴിക്കുകയും ചെയ്യുവീൻ, മിമ്മാ റസഖ്നാകും നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന്, മിൻ ഖബ്ലി അൻ യഅതി വരുന്നതിന് മുമ്പായി, അഹദകും നിങ്ങളിൽ ഒരാൾക്ക്, അൽ മൗതു മരണം, ഫയഖൂലു അപ്പോൾ അവൻ പറയും,
റബ്ബി എന്റെ റബ്ബേ, ലൗല അഖർതനി എന്നെ നീ പിന്തിച്ചു തന്നുകൂടെ, ഒഴിവാക്കി തന്നുകൂടെ, ഇല അജലിൻ ഒരു അവധി വരെ, ഖരീബിൻ അടുത്തതായ, ഫഅസ്സദ്ദഖ എന്നാൽ ഞാൻ ദാനധർമ്മം ചെയ്യുമായിരുന്നു, വ അകുൻ ഞാൻ ആയിത്തീരുകയും, മിനസ്വാലിഹീൻ സദ്വൃത്തന്മാരിൽപ്പെട്ടവൻ. നിങ്ങൾക്കു നാം നൽകിയിട്ടുള്ളതിൽ നിന്നും നിങ്ങൾ ചിലവഴിക്കുകയും ചെയ്യുവിൻ. നിങ്ങളിൽ ഒരാൾക്ക് മരണം വന്നെത്തുകയും എന്നിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞേക്കുകയും ചെയ്യുന്നതിന് മുമ്പ്, എന്റെ റബ്ബേ, അടുത്ത ഒരു അവധി വരേക്കും എന്നെ നീ ഒഴിവാക്കി പിന്തിച്ചുകൂടെ. എന്നാൽ ഞാൻ ദാനധർമ്മം ചെയ്യുകയും സദ്വൃത്തന്മാരുടെ കൂട്ടത്തിലായി തീരുകയും ചെയ്യുമായിരുന്നു. وَلَن يُؤَخِّرَ اللَّهُ نَفْسًا إِذَا جَاءَ أَجَلُهَا وَاللَّهُ خَبِيرٌ بِمَا تَعْمَلُونَ. വചനം 11. വലൻ യുഅഖിറല്ലാഹു അല്ലാഹു പിന്തിക്കുന്നതല്ല തന്നെ, നഫ്സൻ ഒരു ദേഹത്തെയും ആത്മാവിനെയും ആളെയും, ഇദാ ജാഅ വന്നാൽ, അജലുഹ അതിന്റെ അവധി, വല്ലാഹു ഖബീറുൻ അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ്, ബിമാ തഅമലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി. ഒരു ദേഹത്തെയും ആളെയും അതിന്റെ അവധി വന്നാൽ അല്ലാഹു പിന്തിക്കുകയില്ല തന്നെ. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നവനുമാണ്. 7-8 വചനങ്ങളുടെ വിശദീകരണം. കപടവിശ്വാസികളുടെ മനസ്സിൽ മുസ്ലിങ്ങളോടുള്ള പകയും വിദ്വേഷവും എത്രത്തോളമുണ്ടെന്ന് ഇതിൽ നിന്നു മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ റസൂലാണെന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഒന്നിച്ച് കുറെ ആളുകളുണ്ടല്ലോ. നാം തീറ്റിപ്പോറ്റിയിട്ടാണ് അവർ ഇത്ര അന്തസ്സും പ്രതാപവുമുള്ളവരായിത്തീർന്നത്. ഇനി അവർക്കു വേണ്ടി നാം ഒന്നും ചിലവഴിക്കരുത്. അങ്ങനെ അവരെല്ലാം വിട്ടൊഴിഞ്ഞു പോകട്ടെ എന്ന് അവർ തമ്മിൽ പറയുന്നു. മനുഷ്യരുടെ ആഹാരാദി കാര്യങ്ങളെല്ലാം അവരുടെ കയ്യിലാണ് നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ് അവരുടെ വാക്കുകേട്ടാൽ തോന്നുക. ആകാശഭൂമികളുടെ സകല ഭണ്ഡാരങ്ങളും അള്ളാഹുവിന്റെ കൈവശമാണെന്ന യാഥാർത്ഥ്യം ആ കപടവിശ്വാസികൾ ഗ്രഹിക്കാത്തതാണ് അതിനു കാരണം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും മദീന വിട്ടുപോയ ചില യുദ്ധയാത്രകളിൽ അവർ പറഞ്ഞിരുന്നു, നാം നാട്ടിൽ മടങ്ങിയെത്തട്ടെ, ഇവരുടെ അന്തസ്സും യോഗ്യതയും കാണിച്ചു കൊടുക്കാം. ആർക്കാണ് അന്തസ്സും പ്രതാപവുമുള്ളതെന്ന് മനസ്സിലാക്കി കൊടുക്കാം. നാം അവരെ അവിടെ നിന്ന് നിശ്ചയമായും പുറത്താക്കും എന്നൊക്കെ. പ്രതാപവും അന്തസ്സുമെല്ലാം ഉള്ളത് അള്ളാഹുവിനും അവന്റെ കക്ഷിയായ റസൂലിനും സത്യവിശ്വാസികൾക്കുമാണ്. അത് ഇല്ലാതാക്കാനോ പിടിച്ചുപറ്റാനോ ഈ കപടന്മാർക്ക് സാധ്യമല്ല. ഈ വാസ്തവം അവർക്കറിഞ്ഞുകൂടാ. അതാണ് ഈ വീമ്പിളക്കലിന് കാരണം എന്ന് സാരം. മുനാഫിക്കുകൾ മേൽപ്പറഞ്ഞ പ്രസ്താവനകളും വീരവാദങ്ങളും പുറപ്പെടുവിച്ച സന്ദർഭങ്ങളെപ്പറ്റി ബുഖാരിയിലും മറ്റും പല റിവായത്തുകളും കാണാം. അതിലെല്ലാം പ്രധാന പങ്ക് വഹിച്ചിരുന്നത് അവരുടെ തലവനായിരുന്ന അബ്ദുല്ലാഹിബ്നു ഉബയ്യ് തന്നെയായിരുന്നു. വിഭാഗം 2. കപട വിശ്വാസികളെപ്പറ്റി വളരെ ശക്തിയായ ഭാഷയിൽ ആക്ഷേപിച്ചുകൊണ്ട് അവരുടെ അന്തരംഗങ്ങൾ പലതും തുറന്നു കാട്ടിയ ശേഷം സത്യവിശ്വാസികൾ അവരെപ്പോലെ ആകാതിരിക്കുവാൻ സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് അള്ളാഹു അവരെ ഉത്ബോധിപ്പിക്കുന്നു. 9 മുതൽ 11 വരെ വചനങ്ങളുടെ വിശദീകരണം. ധനസംബന്ധമായ കാര്യങ്ങളിലും സന്താനങ്ങളുടെ സുഖസൗകര്യാദികളിലും ബദ്ധശ്രദ്ധരായിക്കൊണ്ട് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയും ബോധവും നഷ്ടപ്പെടുവാൻ ഇടവരുത്തരുതെന്ന് അള്ളാഹു സത്യവിശ്വാസികളെ താക്കീത് ചെയ്യുന്നു. മനുഷ്യന്റെ നന്മക്കെന്ന പോലെ തിന്മക്കും കാരണമാകുന്ന 2 വസ്തുക്കളാണ് ധനവും മക്കളും. അടുത്ത അധ്യായത്തിൽ അള്ളാഹു പറയുന്നു, ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, അഥവാ നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ മക്കളും ഒരു പരീക്ഷണം മാത്രമാണ്. ഈ പരീക്ഷണത്തിൽ വിജയം നേടിയവരത്രേ ഭാഗ്യവാന്മാർ, ഇതിൽ പരാജയപ്പെട്ടവരത്രേ നഷ്ടപ്പെട്ടവർ. വിജയം നേടുവാനുള്ള മാർഗമാണ് ധനം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കൽ. ധനമാകട്ടെ അള്ളാഹു തന്ന അനുഗ്രഹമാണ് താനും. മറ്റു തുറകളിൽ ഏറെക്കുറെ നല്ലവരായി കാണാം. സത്യവിശ്വാസികളായ ആളുകൾക്കും പിണയുന്ന ഒരു മഹാവിപത്താണിത്. അതുകൊണ്ടാണ്
സത്യവിശ്വാസികളെ വിളിച്ച് ഇക്കാര്യം പ്രത്യേകം അള്ളാഹു ഉണർത്തുന്നത്. ജീവിതകാലത്ത് ധനം ചിലവാക്കുവാൻ മുമ്പോട്ട് വരാത്തവർ മരണവേളയിൽ ഖേദിക്കുമെന്നും ആ ഖേദം കൊണ്ട് യാതൊരു ഫലവും ലഭിക്കുകയില്ലെന്നും അള്ളാഹു മുന്നറിയിപ്പ് നൽകുന്നു. സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ദാനധർമാദികളിൽ പിന്നോക്കമായിരിക്കുവാൻ പറ്റുകയില്ലെന്ന് ഇതിൽ നിന്ന് നല്ല പോലെ മനസ്സിലാക്കാമല്ലോ. ദാനധർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് ഏതാണെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരവസരത്തിൽ നൽകിയ മറുപടി ഓരോ സത്യവിശ്വാസിയും സദാ ഓർത്തിരിക്കേണ്ടതാണ്. ഇതാണ് ആ മറുപടി: നീ ദാരിദ്ര്യത്തെ പേടിച്ചും ധനത്തിന് മോഹിച്ചും കൊണ്ട് ആരോഗ്യവാനും പിശുക്കനുമായിരിക്കുമ്പോൾ ദാനം ചെയ്യലാണ്. ഇതാണ് ഏറ്റവും ഉത്തമമായത്. ജീവൻ തൊണ്ടക്കുഴിയിലെത്തുന്നത് വരേക്കും നീട്ടിവെക്കരുത്. ആ അവസരത്തിൽ നീ പറഞ്ഞേക്കും, ഇന്ന ആൾക്ക് ഇത്ര, ഇന്ന ആൾക്ക് ഇത്ര. അപ്പോഴാകട്ടെ അത് ഇന്ന ആൾക്ക് അഥവാ അവകാശികൾക്ക് ആയിക്കഴിയുകയും ചെയ്തിരിക്കും. ബുഖാരി, മുസ്ലിം. അവിശ്വാസികളും സത്യനിഷേധികളും മരണസമയത്ത് ഖേദിച്ച് വിലപിക്കുകയും തങ്ങളെ അല്പകാലത്തേക്കു കൂടി മടക്കിത്തന്നാൽ തങ്ങൾ മേലിൽ നന്നായിക്കൊള്ളാമെന്ന് അള്ളാഹുവിനോട് കേണപേക്ഷിക്കുകയും ചെയ്യുമെന്ന് സൂറത്ത് ഇബ്രാഹിം 44 മറ്റും അള്ളാഹു പ്രസ്താവിച്ചിട്ടുണ്ട്. എന്നാൽ സത്യവിശ്വാസികളിൽ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയവരും തങ്ങളുടെ വീഴ്ചയെപ്പറ്റി ഖേദിക്കുമെന്നും ആ വീഴ്ച നികത്തുവാൻ അല്പം കൂടി അവസരം നൽകണേ എന്ന് അള്ളാഹുവിനോട് അപേക്ഷിക്കുമെന്നും ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മയെല്ലാം അള്ളാഹു അവന്റെ സജ്ജനങ്ങളായ അടിയാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വമിൻ അല്ലാഹി തൗഫീഖ്.